ആൻ്റപ്പൻ്റെ ചതി തിരിച്ചറിഞ്ഞ അലീന ആൻ്റപ്പനെ തല്ലുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ പൗലോസിൻ്റെയും കൂടാതെ ഷാച്ചിയുടെയും ഒക്കെ ചീട്ട് കീറുകയാണ് അലീന എന്ന് കാണാനായിട്ട് സാധിക്കും. അലീന അവർക്കൊരവസരം കൊടുക്കുന്നുണ്ട് സത്യം പറയാനായിട്ട്. പക്ഷേ അവരാ അവസരം കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നു. ഒടുവിൽ അലീനയാണെങ്കിൽ അവരെയൊക്കെ കൊണ്ട് എവിടേക്ക് പോവാണ്? നമ്മുടെ കടയിലേക്ക് പോവുകയാണ് എന്ന് കാണാം. അവർ സത്യം പറയാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ അലീനയാണെങ്കിൽ അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അലീന അവരെ പറക്കി കടയിലേക്ക് പോവുകയാണ്. കടയിലേക്ക് ചെല്ലുമ്പോൾ അവരെ മാറ്റി നിർത്തുകയാണ് അലീന എന്ന് കാണാൻ സാധിക്കും. അതായത് വേറെ ഒന്നുമല്ല കേട്ടോ, അവർ കൂടെയുണ്ടെങ്കിൽ അവരെ പേടിപ്പിച്ച് അല്ലെങ്കിൽ അവർ കണ്ണുകൊണ്ടൊക്കെ കാണിച്ച് അയാൾ കള്ളത്തരം പറഞ്ഞാലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുന്നത് കൊണ്ട് തന്നെ അവരെ വണ്ടിയിലിരുത്തിയിട്ട് നമ്മുടെ അലീനയും വല്യപ്പച്ചനും പോയി തന്നെയാണ് ചോദിക്കുന്നത് എന്ന് കാണാം. ചോദിക്കാൻ ചെന്ന് കഴിയുമ്പോൾ കടക്കാരനാണെങ്കിൽ 450 രൂപയാണ് വെളിച്ചെണ്ണ 300 രൂപയ്ക്ക് തരാം എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്ത് തീ വെട്ടിക്കൊള്ളയാ ചേട്ടാ നിങ്ങൾ ഈ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ കച്ചവടമൊക്കെ ആവും ഇങ്ങനെ തന്നെയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, നിൻ്റെ കട ഞാൻ നല്ലി പൊളിക്കും. നീയേ ഈ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കണക്ക് എങ്ങനെയാ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം പുള്ളിയാണെങ്കിൽ കള്ളക്കണക്കാണ് കേട്ടോ പറയുന്നത്. അത് അരി ഈ 30 കിലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, പൗലോസേട്ടാ ആ അരി പുറത്തേക്ക് എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇട്ട് തന്നെ തൂക്കിക്കാണ് ഓരോ സാധനങ്ങളും. ഇതേ സമയം ഇടമോനെ കള്ളത്തരം കാണിച്ചോ, അത് ഇങ്ങനെ കാണിക്കരുത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മര്യാദയ്ക്ക് പറയടാ എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ഇവർ പറയുന്ന പ്രകാരമാണ് ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതെന്നും ഇവരെനിക്കതിൻ്റെ ഭാഗമായി കുറച്ച് കമ്മീഷൻ തരുമെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ചേട്ടന് കച്ചവടം നടക്കും, എക്സ്ട്രാ പൈസയും കിട്ടുമല്ലേ, ചേട്ടനെ സമ്മതിക്കണമല്ലോ, കബളിപ്പിക്കാനായിട്ട് നാണാവില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം ഇവർ പറഞ്ഞത് കൊണ്ടാണ്, അല്ലാതെ എനിക്ക് ആർത്തി ഉണ്ടായിട്ടല്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ പിന്നെ ചേട്ടൻ എന്തിനാണ് കമ്മീഷൻ മേടിച്ചത്, കൈക്കൂലി മേടിച്ചത്? അപ്പോൾ ചേട്ടനും ഇതിലെ പ്രതിയാണ് എന്ന് പറയുന്നു. ഇനി എവിടെയാണ് മീൻ മേടിച്ച കട എന്ന് ചോദിച്ച് എല്ലായിടത്തും അലീന പോയി അന്വേഷിക്കുകയും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവരെ അവിടെ വെച്ച് നാണം കെടുത്താൻ എനിക്കറിയാൻ പാടില്ലാണ്ടല്ല, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം വീട്ടിലെത്തിയ ശേഷം അലീന പറയാണ്, എന്താണ് കാര്യം, ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഈ ചതി നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെ പപ്പയ്ക്ക് എത്രമാത്രം വിശ്വാസമാണ് എന്നറിയാമോ? ആ വിശ്വാസം നിങ്ങൾ എന്തിനാണ് തകർത്തത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് 100% ബോധ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ പിന്തുടരുന്നത് എന്ന് അലീന പറയുകയാണ്. പപ്പയോട് അതാണ് എനിക്ക് വീട്ടിലെ അധികാരം തരാനായിട്ട് പറഞ്ഞത് എന്നും അലീന കൂട്ടിച്ചേർക്കുന്നു. ആരാ പൗലോസേട്ടാ, സത്യം പറയും പൗലോസേട്ടനാണോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. പൗലോസേട്ടനാണോ കട്ടെടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാം. എന്തിനാ ഈ കള്ളത്തരം കാണിക്കുന്നത്? ഒരുപാട് പൈസ പപ്പ ശമ്പളമായി തന്നെ തരുന്നുണ്ടല്ലോ, പിന്നെയും ശമ്പളം കൂടാതെ കിമ്പളവും വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക പൗലോസേട്ടാ? എന്തിനാ പപ്പയെ ചതിച്ചത് എന്ന് ചോദിക്കുകയാണ് എന്ന്
കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം എൻ്റെ കുഞ്ഞെ, ഞങ്ങൾ കൂട്ടുനിന്നു എന്നുള്ളത് ശരിയാണ്, ഞങ്ങൾക്കും പൈസയുണ്ട്, കിട്ടുന്നുണ്ട് എന്നതും ശരിയാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാത്തിൻ്റെയും പങ്ക് പറ്റി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ തലയിൽ വെച്ച് മുങ്ങുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ല പൗലോസേട്ടാ, ഇതുവരെ പൗലോസേട്ടൻ ഇവിടെ പറഞ്ഞത് ഞാൻ ന്യായമായാണ് എല്ലാം ചെയ്യുന്നത് എന്നല്ലേ? ഇതാണോ പൗലോസേട്ടൻ്റെ ന്യായവും സത്യസന്ധതയും ആത്മാർത്ഥതയും എന്ന് അലീന ചോദിക്കുമ്പോൾ, വെറുതെയല്ല പൗലോസേട്ടന് എന്നെ അനുസരിക്കാനായിട്ട് മടി, കാരണം മൊത്തം കള്ളത്തരമല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് പപ്പയെ ചതിക്കുന്നതിന് തുല്യമാണെന്നും അലീന പറഞ്ഞു വെക്കുകയാണ്. അപ്പോഴാണെങ്കിൽ പൗലോസേട്ടൻ എവിടെ, എന്തിന് ഇവിടെ നിൽക്കുന്നു എന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നു. ശമ്പളവും കിട്ടും, കിമ്പളവും കിട്ടും, കൈയിട്ടും വരാം എന്ന് പറയുമ്പോൾ കുഞ്ഞെ തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറയുന്നു. അല്ല പൗലോസേട്ടാ, പൗലോസേട്ടന് എന്നെ അനുസരിക്കാൻ വല്ല തീരുമാനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യാതെ നിന്നോളാമെന്നും ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നും കുഞ്ഞ് പറയുന്നത് കേട്ടോളാം എന്നും കേണൽ സാബിനോട് പറയരുതെന്നും പൗലോസ് പറയുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് കാര്യസ്ഥനായ ആൻ്റപ്പനെ കാണാനായിട്ട് അലീന പോവുകയാണ്. അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, നാണമില്ലാത്തവന്മാരെ തിന്നിട്ട് അവിടെ തന്നെ തൂറിയിടുന്നോടാ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും കഴിയും. നിനക്കൊക്കെ ചുട്ട അടിയുടെ കുറവുണ്ട്, അവനെ പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ മോനെ എന്ന് പറയുന്നത് കാണാൻ കഴിയും. തുടർന്ന് അലീനയാണെങ്കിൽ ആൻ്റപ്പനോട് സംസാരിക്കുകയാണ്. എങ്ങനെ കഴിയുന്നു ആൻ്റപ്പൻ ചേട്ടാ പപ്പയെ ഇങ്ങനെ കബളിപ്പിക്കാനായിട്ട്? പപ്പയുടെ സാധനങ്ങൾ, പപ്പയുടെ പൈസയൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ പപ്പയുടെ വിശ്വാസമല്ലേ തകർത്ത് കളഞ്ഞത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം മോളെ, കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ആൻ്റപ്പൻ ഇങ്ങനെ നിൽക്കുന്ന സമയമാണെങ്കിൽ ആൻ്റപ്പൻ്റെ കരണത്തടിക്കുകയാണ്. കാരണം പപ്പ അത്രമാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഇമ്മാരി കള്ളത്തരവും പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയാണെങ്കിൽ പപ്പയോട് ഇത്തവണ പറയില്ല എന്നും മേലിൽ ഇത് ആവർത്തിക്കരുതെന്നും പറയുന്നതും തന്നെ ഇനി അനുസരിക്കണമെന്നും താൻ പറയുന്നത് കേട്ടോളണമെന്നും ആൻ്റപ്പനോട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ ഇത് അവൻ്റെ അടുത്ത് പറയണമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വിലക്കുന്നതും കാണാം. സബ്സ്ക്രൈബ്